അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം അഭിമാനമായ ഭാരതത്തിന്റെ വലിയ വിശുദ്ധയായ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ മഹാപുണ്യവതി നമുക്ക് നൽകുന്ന മനോഹരമായ സുവിശേഷ വ്യാഖ്യാനങ്ങൾ ജീവിതം കൊണ്ട് എഴുതിയതാണ്. അൽഫോൻസാമ്മ സഹനത്തെ സ്നേഹമെന്ന് ജീവിതം കൊണ്ട് മൊഴിമാറ്റം നടത്തിയ വ്യക്തിയാണ്. സഹനം ഒരു മഹാകുരുക്കായിട്ടാണ് പലരും കാണുന്നത്. പ്രത്യേകിച്ചും വിശ്വാസത്തിൽ വളരാത്തവർക്ക്, അവിശ്വാസികളായിട്ടുള്ളവർക്കൊക്കെ സഹനം ഒരു അഴിക്കാനാവാത്ത വലിയൊരു കുരുക്കാണ്. സഹനമെന്ന സമസ്യയുടെ മുമ്പിൽ വഴിമുട്ടി നിൽക്കുകയാണ് ആധുനിക യുക്തിചിന്തകളെല്ലാം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സഹനം? എന്തുകൊണ്ട് മനുഷ്യൻ സഹിക്കണം? എന്തുകൊണ്ട് നിഷ്കളങ്കർക്ക് സഹനമുണ്ടാകുന്നു? അങ്ങനെ സഹനം തരുന്ന ദൈവം ഒരു ദൈവമാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപിടി ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് തന്നെ സഹനമെന്നത് ഒരു വല്ലാത്ത ഭാരമാണ്. സഹനത്തെ ദൂരെ നിർത്തിയിട്ട് നടക്കാനാണ് പൊതുവെ നമുക്കെല്ലാം ഇഷ്ടം. അങ്ങനെ ഒരു വലിയ സമസ്യയായിട്ട് ഇഷ്ടപ്പെടാതെ അകലത്തിൽ നിൽക്കുന്ന, വെറുക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഭാരപ്പെടുത്തുന്ന ഒരു അനുഭവമൊക്കെ ആയിട്ടാണ് സഹനത്തെ വിശ്വാസികൾ പോലും കാണുന്നത്. അവിടെയാണ് അൽഫോൻസാമ എന്ന ഈ വലിയ പുണ്യവതി ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. അൽഫോൻസാമയോട് സ്നേഹമുള്ളവരും അൽഫോൻസാമയുടെ ഭക്തരും അൽഫോൻസാമയോട് പ്രാർത്ഥിക്കുന്നവരുമൊക്കെയാണ് ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കുർബാന അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഫോൻസാമ സഹനത്തിന് നൽകുന്ന മനോഹരമായ വ്യാഖ്യാനം സ്നേഹമെന്ന് തന്നെയാണ്. നമുക്കെല്ലാം സ്നേഹം ഇഷ്ടമാണ്. നമ്മെ സ്നേഹിക്കുന്നത് നമുക്കിഷ്ടമാണ്. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഇഷ്ടമാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്കിഷ്ടമാണ്. അപ്പോൾ സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. പക്ഷേ സഹനത്തെ സ്നേഹമെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷം മനോഹരമാണ്. ഈ ആശയവുമായിട്ട് വളരെ ചേർന്നു പോകുന്നതാണ്. അൽഫോൻസാമ കുരിശിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് പഠിച്ച വിശുദ്ധ രഹസ്യങ്ങളാണ് സുവിശേഷ താളുകളിലൂടെ കർത്താവ് നമുക്കിന്ന് പകർന്നു തരുന്നത്. കാൽവരിയിൽ ഇരുന്നു കൊണ്ട്, കാൽവരിയിലെ ചോരയിച്ചു വീഴുന്ന കുരിശിൻ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് സുവിശേഷങ്ങൾ ജീവിതം കൊണ്ട് വ്യാഖ്യാനിച്ച ഈ വലിയ വിശുദ്ധ നമുക്ക് തരുന്ന ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ തരുന്ന മഹത്തായ സന്ദേശങ്ങൾ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് പെറുക്കിയെടുക്കാനാവും. ഈശോ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് മത്തായി സുവിശേഷം നമ്മളിപ്പോൾ ശ്രമിച്ചു. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ തിരുവചനമാണെങ്കിൽ ഇങ്ങനെ തന്നെയാണത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശെടുക്കുക എന്ന് പറയുന്നത് വളരെ ഭാരമുള്ള കാര്യമാണ്. കുരിശ് ധരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. ക്രിസ്ത്യാനികളെല്ലാം കുരിശ് ധരിക്കുന്നവരാണ്. എന്റെയും കയ്യിലും കഴുത്തേലും ഒക്കെ കുരിശിരിപ്പുണ്ട്. അപ്പൊ നമ്മളെല്ലാം കുരിശ് ധരിക്കുന്നവരാ. പക്ഷേ നമ്മൾ പറയും, ഇതാ ഒരു വല്ലാത്ത കുരിശ്, ഒരു കുരിശ് വന്നിരിക്കുന്നു, എന്നാ ഒരു കുരിശായത്, ഓരോ കുരിശൊക്കെ ഇങ്ങനെ വന്നേക്കുകയല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുരിശിനെ പഠിക്കുകയും ചെയ്യും. വീട്ടിലെ കാര്യങ്ങളാണേലും ആ കുരിശ് വന്നതോടുകൂടി ആകെപ്പാടെ വലിയ പ്രശ്നമായെന്ന് പറയും. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കുരിശ് എന്ന് പറഞ്ഞ മനുഷ്യനെ മാറ്റി നിർത്തുകയും, അല്ലെങ്കിൽ ഭാരങ്ങൾ, സഹനങ്ങളെ കുരിശെന്ന് പറഞ്ഞ് അകലെ നിർത്തുകയും, കുരിശ് ധരിക്കുകയും ചെയ്യുന്നതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. സത്യത്തില് കുരിശ് ധരിക്കുന്ന നമ്മൾ മിശിഹായെ തന്നെയാണ് ധരിക്കുന്നത്. മിശിഹായുടെ സുവിശേഷം തന്നെയാണ് ധരിക്കുന്നത്. അതുതന്നെയാണ് സഹനമെന്ന അർത്ഥത്തില് കർത്താവ് നമുക്ക് വെച്ചു നീട്ടുന്നതും. ചിലപ്പോൾ ജീവിതത്തിൽ സഹനങ്ങള് ഇല്ലാത്ത മനുഷ്യജന്മമില്ല. എല്ലാ മനുഷ്യരും ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സഹനങ്ങളിലൂടെ കടന്നുപോകും. ഒരു കുന്നിനൊരു കുഴിയുണ്ടെന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തില് സഹനങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഈ സഹനങ്ങളെ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹ പൊതികളായിട്ട് തിരിച്ചറിയാൻ പറ്റണം എന്നതാണ് അൽഫോൻസാമ നൽകുന്ന വലിയൊരു പാഠം, വലിയൊരു സന്ദേശം. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളെ അനുഗ്രഹ പൊതികളായി തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അനുഗ്രഹത്തിന്റെ ഒരു പൊതി എന്ന് വെച്ചാൽ അത് പൊതി അഴിച്ചു നോക്കണം. ഒരു സമ്മാനപ്പൊതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കുന്നെന്നുള്ളത്
അത് തന്നയാളെ ആശ്രയിച്ച് ആണ്. അതിനകത്ത് എന്തിരുന്നാലും അത് തന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ വലിയ ആഗ്രഹത്തോടുകൂടി സ്നേഹത്തോടുകൂടി അത് സ്വീകരിച്ച് അത് അഴിച്ചു നോക്കും. അതെന്തായിരുന്നാലും നമ്മളത് സ്വീകരിക്കും. കാരണം അത് തന്നതാരാണ്? വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങൾ ദൈവം തരുന്ന അനുഗ്രഹ പൊതികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി ദൈവം തന്ന സമ്മാനമാണെന്ന ചിന്തയോടെ അത് അഴിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. അത് അടിച്ചെടുക്കണമെങ്കിൽ സുവിശേഷത്തിന്റെ വഴിയിലൂടെയാണ് അത് അടിച്ചെടുക്കേണ്ടത്. സ്നേഹപൂർവ്വം അത് അൽഫോൻസാമ തന്റെ ജീവിതത്തിലെ സഹനങ്ങളെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന വലിയ ഒരു നിധി അൽഫോൻസാമ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ വഴി എന്ന് പറയുന്നത് അതുതന്നെയാണ്. സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുക. സ്വയം പരിത്യജിക്കുക എന്ന് പറയുന്നത് കുരിശെടുക്കുന്നതിനുള്ള ആദ്യപടിയാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാം ആദി പറുദീസായിൽ തന്നെ അഹന്തയാണ് ആദിപാപത്വം ഇടയാക്കിയത്. പറുദീസായിൽ ദൈവം ആവശ്യപ്പെട്ടത് ഇത്രമാത്രമാണ്. അത് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രമേയമാണെന്ന് നമുക്കറിയാം. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം പറിച്ചു കഴിക്കരുത് എന്നാണ് അന്ന് കർത്താവ് ആവശ്യപ്പെട്ടത് ആദിമാതാപിതാക്കളോട്. എന്താണ് ഈ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം എന്ന് പറയുന്നത്? ഏതോ ഒരു മരത്തിന്റെ പഴം, അത് കഴിച്ചാൽ എത്ര വലിയ പ്രശ്നം വല്ലതും ഉണ്ടോ ഒക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. പക്ഷെ അത് വലിയൊരു ദൈവശാസ്ത്രപരമായ ഒരു അടിസ്ഥാനം അതിനുണ്ട്. നന്മതിന്മകളുടെ അറിവിന്റെ മാനദണ്ഡമായിട്ട് വരുന്നത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ വചനമാണ്. ആ സ്ഥാനത്തേക്ക് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് അത് പറിച്ചു കഴിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ഹിതമാണ് നന്മതിന്മകളുടെ അറിവിന്റെ മാനദണ്ഡമായി മാറേണ്ടത്, എന്റെ ജീവിതയാത്രയുടെ വഴിയായി മാറേണ്ടത് ദൈവഹിതമാണ്. അതാണ് ദൈവം ആവശ്യപ്പെട്ടത്. അതിനു പകരമായിട്ട് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് എന്റെ ഹിതം അതനുസരിച്ച് ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. ദൈവത്തെ തിരസ്കരിച്ചു, ദൈവഹിതത്തിന് പുറംതിരിഞ്ഞു, ദൈവവചനം ലംഘിച്ചു, ദൈവസ്ഥാനത്ത് ഞാൻ എന്നെ പ്രതിഷ്ഠിച്ചു. അതാണ് നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം അവർ കഴിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സാത്താൻ പറഞ്ഞു, ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. അത് തന്നെയാ പറഞ്ഞത്. ഇത് നീ ദൈവസ്ഥാനത്തേക്ക് നീ നിന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്, അങ്ങനെ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സംഭവിച്ചത് എന്താണ്? അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിന്റെ ഇരുട്ട് അനുഭവപ്പെട്ടു. ഒരു ഇരുട്ടിലേക്ക്, നഗ്നതയുടെ ലജ്ജാഭാരങ്ങളിലേക്ക്, ജീവിതത്തിന്റെ ഒളിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക്, എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടവരായിട്ട് ഭാരപ്പെട്ട മനസ്സോടെ അവരകന്നുപോയി, ഇലമറവിൽ ഒളിച്ചിരുന്നു. അപ്പൊ ദൈവം വന്ന് ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെ? അടിസ്ഥാനപരമായ അസ്തിത്വപരമായ ഒരു ചോദ്യമാണത്. എന്നോടും നിങ്ങളോടും ദൈവം ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇന്നും ഇതെല്ലാം ആവർത്തിക്കപ്പെടുന്നുണ്ട്. കാരണം ആദിപാപത്തിന്റെ തനി ആവർത്തനങ്ങളാണ് ആധുനിക ലോകത്തിലും സംഭവിക്കുന്ന പാപങ്ങളെല്ലാം, ദൈവനിരാസങ്ങളെല്ലാം. അപ്പോഴൊക്കെ ദൈവം വന്ന് ചോദിക്കുന്നുണ്ട്, ദൈവസ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ചിട്ട് അഹന്തയിൽ നീങ്ങുന്ന മനുഷ്യനോട്, ദൈവത്തെ തിരസ്കരിക്കുന്ന മനുഷ്യനോട്, സ്നേഹത്തെ തിരസ്കരിക്കുന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എവിടെയാണ്? നിനക്ക് ഞാൻ നൽകിയ അസ്തിത്വം, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ അവൻ ആ സ്നേഹത്തിന്റെ ഛായ ഉപേക്ഷിച്ചിട്ട്, സ്നേഹത്തിന്റെ സമർപ്പണത്തിൽ നിന്നും മാറിയിട്ട്, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഇഷ്ടമനുസരിച്ചുകൊണ്ട് സ്വാർത്ഥപരമായിട്ട് നീങ്ങുമ്പോൾ അവിടെ സ്വാർത്ഥം, അഹന്ത അത് തീർക്കുന്ന വലിയ തിന്മകളുടെ നടുവിൽ അവന്റെ മുഖം നഷ്ടപ്പെടുന്നു. അവന് ദൈവം കൊടുത്ത മുഖം നഷ്ടപ്പെട്ടു. സ്നേഹം യഥാർത്ഥ ത്യാഗനിർഭരമായ പങ്കുവയ്ക്കലാണ്. സ്നേഹമെന്നത് ത്യാഗനിർഭരമായ പങ്കുവയ്ക്കലാണ്. അപ്പൊ ത്യാഗനിർഭരമായ പങ്കുവയ്ക്കലിന് പകരം സ്വാർത്ഥം തിമിർക്കുന്ന ദൈവനിഷേധത്തിന്റെ, സ്നേഹനിരാസത്തിന്റെ, പങ്കുവയ്ക്കാൻ മനസ്സില്ലാത്ത കടുത്ത പിടിച്ചടക്കലുകളുടെ, സ്വരുക്കൂട്ടലുകളുടെ, സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെയുള്ള പ്രവർത്തനങ്ങളുടെ നടുവിൽ ദൈവം വന്ന് നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഛായ കണ്ടിട്ട് സങ്കടത്തോടെ ചോദിക്കുകയാണ്, ആദം നീ എവിടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചോദ്യം ഇന്ന് നമ്മൾ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷ വേളകളിൽ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്. അതിനുത്തരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അൽഫോൻസാമ ചെയ്തു സ്വന്തം ജീവിതം കൊണ്ട്. സ്വാർത്ഥം ഉപേക്ഷിക്കുക, അതാണ് കർത്താവ് പറഞ്ഞത്. സ്വയം പരിത്യജിക്കുക. സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥം ഉപേക്ഷിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. സ്വയം പരിത്യജിച്ചിട്ട്
തന്റെ കുരിശും എടുത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുക. അതാണ് അടുത്ത കാര്യം. കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങൾ, പ്രതിസന്ധികൾ, സഹനങ്ങൾ പലതരത്തിൽ വരാം. കുരിശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷാധിഷ്ഠിതമായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളൊക്കെ കുരിശാണ്. ഈശോ മിശിഹായുടെ കുരിശതായിരുന്നു. കർത്താവ് പിതാവിന്റെ ഹിതമനുസരിച്ച് ജീവിച്ചപ്പോൾ ഉണ്ടായ സഹനങ്ങളൊക്കെ ആണ് അവിടത്തേക്ക് കുരിശ് തീർത്തത്. അപ്പൊ നമ്മളൊക്കെ സുവിശേഷത്തിനനുസൃതമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന സഹനങ്ങൾ, പ്രതിസന്ധികൾ അത് യഥാർത്ഥത്തിൽ കുരിശാണ്. നമ്മുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന സഹനങ്ങൾ കുരിശാന്ന് പറയാൻ പറ്റും. സുവിശേഷാധിഷ്ഠിതമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ കുരിശുകളാണ്. ആ കുരിശുകളെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റണം. അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, അൽഫോൻസാമയ്ക്ക് അങ്ങനെയാണ്. അൽഫോൻസാമ സുവിശേഷത്തിന്റെ ജീവിതം നയിച്ചു. അപ്പോൾ അൽഫോൻസാമയ്ക്ക് സഹനങ്ങൾ ദൈവം അനുവദിച്ചു. സഹനങ്ങൾ, ശാരീരിക സഹനങ്ങളും വലിയ മാനസിക സംഘർഷങ്ങളും എല്ലാം അൽഫോൻസാമയ്ക്കുണ്ടായി. പ്രത്യേകിച്ചും വലിയ ശാരീരിക രോഗാവസ്ഥ അൽഫോൻസാമയ്ക്കുണ്ടായി. അങ്ങനെ രോഗത്താൽ വലയം ചെയ്യപ്പെട്ട വല്ലാത്ത ഒരു സഹന വഴിയിലൂടെ അൽഫോൻസാമ കടന്നു പോകുമ്പോൾ അൽഫോൻസാമ ആ സഹനത്തിന് പേരിട്ടു, ഇത് സ്നേഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തന്റെ ജീവിതം കൊണ്ട് സഹനത്തെ സ്നേഹമെന്ന് മൊഴിമാറ്റം നടത്തിയ അതുല്യ വ്യക്തിത്വങ്ങളിൽ ഒരു വലിയ ശിഷ്യയാണ് അൽഫോൻസാമ. നമ്മുടെ ജീവിതത്തിൽ ഇതാണ് അൽഫോൻസാമയിൽ നിന്ന് പഠിക്കേണ്ടത്. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനപ്പുറത്ത് ദൈവം ഒരുക്കുന്ന വലിയ നിധിയുണ്ടെന്ന സത്യം തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷ ക്രമപ്രകാരം കർത്താവിന്റെ കുരിശുമരണം തന്നെ അവിടുത്തെ മഹത്വീകരണമാണ്. സഹനം തന്നെ മഹത്വീകരണമാണ്. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്ന വാക്കുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ മിശിഹായുടെ കുരിശിനോട് ചേർത്ത് സ്വീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ അത് രക്ഷാകരമാകും, അനുഗ്രഹീതമാകും, അർത്ഥപൂർണമാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് തിരുവചന ഭാഗം നമ്മൾ ഇന്ന് ലേഖനമധ്യേ വായിച്ചു കേട്ടു. റോമാലേഖനം 8-28 തിരുവചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നു. അതുതന്നെയാണ് അൽഫോൻസാമ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സന്ദേശമാണ് അൽഫോൻസാമ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മള്. ദൈവമാണ് നമുക്ക് ജീവനും രക്ഷയും എല്ലാം നൽകിയത്. അവിടുത്തെ അനന്ത സ്നേഹത്തിന്റെ അതുല്യമായ പ്രകാശനമാണല്ലോ കാൽവരിയിലെ ആ വലിയ സ്നേഹസമർപ്പണം. മനുഷ്യകുലത്തോടുള്ള ദൈവത്തിന്റെ മഹാസ്നേഹപ്രകാശനം കുരിശ്. ആ വലിയ സ്നേഹത്തിന് നമ്മൾ പ്രത്യുത്തരം കൊടുക്കാൻ, സ്നേഹം കൊണ്ട് പ്രത്യുത്തരം കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സഹനങ്ങളെല്ലാം തമ്പുരാന്റെ കാൽവരിയിലെ കുരിശിനോട് ചേർത്ത് സ്നേഹത്തോടുകൂടി സ്വീകരിച്ചാൽ അതെല്ലാം അനുഗ്രഹമായി മാറും എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് കുരിശിനോടുള്ള നമ്മുടെ സമീപനമാണ് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുക. കുരിശെടുക്കുക, കുരിശെന്താണെന്ന് നമ്മൾ കണ്ടു. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കുരിശിനെ എങ്ങനെ സമീപിക്കണം എന്ന് തന്നെയാണ്. അൽഫോൻസാമയാണ് ഇതിന് ഏറ്റവും നല്ല മാതൃക. കുരിശിനെ വളരെ സ്നേഹത്തോടുകൂടി സമീപിച്ചു, ആദരവോടുകൂടി സമീപിച്ചു. കുരിശിനെ അനുഗ്രഹമായി കണ്ട് അതിനെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ മാറ്റിത്തരണേ അൽഫോൻസാമേ, അതിനുവേണ്ടി ഒന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കണേ എന്നൊക്കെ നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല, ദൈവം നമുക്ക് തരികയും ചെയ്യും. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം, സഹനങ്ങളെ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് തരാൻ വേണ്ടി അൽഫോൻസാമയെ പ്രാർത്ഥിക്കണം. സഹനത്തെ സ്നേഹമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹനത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന അനുഗ്രഹ നിധി എന്താണെന്ന് കണ്ടെത്താനുള്ള വലിയ അനുഗ്രഹം, കൃപ എനിക്ക് തരാൻ വേണ്ടി അൽഫോൻസാമയെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണ്. നമുക്ക് ചുമക്കാൻ വയ്യാത്ത കുരിശൊന്നും ദൈവം തരില്ല. നമുക്ക് എടുക്കാൻ വയ്യാത്ത ഭാരമൊന്നും കർത്താവ് തരില്ല. ഭാരം സ്നേഹത്തോടെ എടുത്തു കഴിഞ്ഞാൽ അത് സന്തോഷകരമാണ്, അത് സുഖകരമാണ്. ഒരമ്മ ഭാരമുള്ളൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും ഇതൊരു ഭാരമാണെന്ന് ചിന്തിക്കുന്നില്ലല്ലോ. വലിയൊരു ചെറുക്കനെ, വലിയ മുട്ടാളൻ ചെറുക്കനെ ഒരമ്മ എടുക്കുക എന്ന് വിചാരിക്കും. നല്ല വണ്ണമൊക്കെ ഉള്ള ഒരു ചെറുക്കനെ ഒരമ്മ ഇങ്ങനെ എടുത്തു പോക്കി. ആ അമ്മ എപ്പോഴെങ്കിലും പറയോ, ഓ ഇവന്റെ ഒരു ഭാരം, എന്നാ തൂക്കമായവന്. ഒരിക്കലും അമ്മ എങ്ങനെ പറയുകയല്ലേ. അയൽവക്കത്തെ കൊച്ചിനെ പൊക്കി എടുക്കുന്നെങ്കിൽ മനസ്സിലെങ്കിലും പറയും, ഓ ഭയങ്കര വെയിറ്റ് ആണല്ലോ, എന്നാ ഒരു ഭാരം എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ പറഞ്ഞെന്നിരിക്കും. കാരണം അത് സ്നേഹമുള്ളപ്പോൾ ഭാരമില്ല.
സ്നേഹമുള്ളതിനൊന്നും ഭാരമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് സഹനങ്ങൾ വലിയ വേദനയായിട്ട് മാറുന്നത്? സ്നേഹമില്ലാത്തത് കൊണ്ട്. കുടുംബജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങൾ വരും. വൈദിക സന്യാസ സമർപ്പണങ്ങളിലെല്ലാം സഹനങ്ങളുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എത്ര പെട്ടെന്നായിരുന്നു കുടുംബജീവിതത്തിൽ ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചു പോകുന്നത്. എന്ന് പൊട്ടിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് അല്പം പോലും നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരല്പം ഭാരം ഉണ്ടാകുമ്പോൾ ഭാര്യ ഞാൻ ആഗ്രഹിക്കുന്ന വിധം ചിലപ്പോൾ പെരുമാറാതിരിക്കുമ്പോൾ, ഭർത്താവ് ആഗ്രഹിക്കുന്ന വിധം പെരുമാറാതിരിക്കുമ്പോൾ അതൊരു ഭാരമായിട്ട് തോന്നുകയാണ്. ദൈവം യോജിപ്പിച്ച് ആ ബന്ധത്തിനകത്ത് സ്നേഹം ചേർത്താണ് തന്നിരിക്കുന്നത്. അത് സ്നേഹത്തോടുകൂടി കർത്താവ് തന്നെ ഒരു കൃപയായിട്ട് കരുതി കഴിഞ്ഞാൽ അത് നമുക്ക് സ്നേഹമായിട്ട് മാറും, ഭാരമായിട്ട് തോന്നുകയില്ല. അതുപോലെ ഓരോ സഹനങ്ങളും, കുടുംബജീവിതത്തിലെ സഹനങ്ങളൊക്കെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആരും ഇതൊന്ന് മാറ്റിത്തരണം, ഇതൊന്ന് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാഹ കോടതിയെ സമീപിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ പൂർവികന്മാരുടെ ഒക്കെ കാലത്ത്. അതുകൊണ്ട് സ്വാർത്ഥം വല്ലാതെ കൂടി വരുന്നത് കൊണ്ട് എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്കത് വേണ്ടെന്ന് പറയുന്ന ഒരു യൂസ് ആൻഡ് ത്രോ കൾച്ചറിന്റെ വല്ലാത്ത ആധിപത്യം ഇന്ന് വ്യാപിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും പെട്ടെന്ന് ഇഷ്ടമില്ലാത്തതിനെയെല്ലാം പുറത്തെറിയാൻ ശ്രമിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് സ്വാർത്ഥമാണ്. അത് ശിഷ്യത്വത്തിന്റെ വഴിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തില് സഹനങ്ങളെ അൽഫോൻസാമ വ്യാഖ്യാനിച്ചതുപോലെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളായി കണ്ട് സ്വീകരിക്കാൻ സാധിച്ചാൽ വലിയ സന്തോഷവും സമാധാനവും കൃപയും എല്ലാം നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റിവെച്ചാലും വേണ്ട ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഉപേക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ സമീപനങ്ങളാണ് പ്രധാനപ്പെട്ടത്. കുരിശിനോടുള്ള സമീപനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അൽഫോൻസാമ നൽകുന്ന വലിയ ആ വ്യാഖ്യാനം അത് നമ്മുടെ ഹൃദയത്തില്, ജീവിതത്തില് ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിപരീതാനുഭവങ്ങളെ, തിക്താനുഭവങ്ങളെ, തിരസ്കരണങ്ങളെ, നൊമ്പരങ്ങളെ മുഴുവനും ദൈവത്തിന്റെ ആശ്ലേഷമായിട്ട് കരുതിക്കൊണ്ട് സുവിശേഷത്തിന്റെ വഴി വിടാതെ സുവിശേഷത്തിന്റെ മാർഗത്തിലൂടെ തന്നെ നമ്മൾ നടന്നു പോകണം. നമ്മുടെ പ്രതിസന്ധികളെ, ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ എന്റെ മാർഗത്തിലൂടെ ഞാൻ നേരിടുന്നത് ശരിയല്ല. തന്നിഷ്ടങ്ങളുടെ മാർഗത്തിലൂടെ പോകുമ്പോഴാണ് അരുതാത്ത വഴികൾ നമ്മൾ പ്രശ്നപരിഹാരത്തിന് സ്വീകരിക്കുന്നത്. ലക്ഷ്യമൊരിക്കലും മാർഗത്തെ സാധൂകരിക്കുന്നില്ലെന്നുള്ളത് ക്രൈസ്തവ ദർശനം തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്യം നല്ലതാണെന്ന് കണ്ടുകൊണ്ട്, അല്ലെ എന്റെ ഇഷ്ടം എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവിഹിതമായ അരുതാത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നത് സുവിശേഷത്തിന്റെ വഴിയല്ല, കുരിശിന്റെ വഴിയല്ല, അൽഫോൻസാമ ജീവിച്ച വഴിയല്ല. അതിൽ നിന്നൊക്കെ വളരെ വിരുദ്ധമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ സഹന വഴികളിൽ കൂടുതൽ അടുത്തുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അത് സത്യമാണ്. നിയമാവർത്തനം 32:10 മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവരെ കണ്ടെത്തി, വാരിയെടുത്തു, ആശ്ലേഷിച്ചു, കണ്ണിലുണ്ണിയായി പരിചരിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം. ഈ മരുഭൂമി പോലത്തെ പൊള്ളിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ദുരവസ്ഥകളുടെ നടുവില്, ഒറ്റപ്പെടുന്ന ഏകാന്തതയുടെ, വേദനകളുടെ, സങ്കടങ്ങളുടെ, പൊള്ളിക്കുന്ന ദുരനുഭവങ്ങളുടെ നടുവില് എന്റെ കർത്താവ് മറ്റെന്നത്തേക്കാളും അടുത്തുണ്ടെന്നുള്ളതാണ് ദൈവവചനം നൽകുന്ന സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കത് വിശ്വസിക്കാം. ഒരു ചെന്നപ്പോ പുഴ കലങ്ങി കിടക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സും പുഴ പോലെ കലങ്ങി. അയാൾ തിരിച്ചു വന്ന് സങ്കടത്തോടെ ബുദ്ധനോട് പറഞ്ഞു, പുഴയിൽ ശുദ്ധജലമില്ല കേട്ടോ, ഞാനതുകൊണ്ട് കോരിയെടുത്തില്ല. കുടിക്കാനല്ലേ വേണ്ടത്, അതുകൊണ്ട് എടുത്തില്ല ശുദ്ധജലം. ജ്ഞാനിയായ ബുദ്ധൻ ആനന്ദന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആനന്ദ, ഏത് പുഴയാണ് കലങ്ങിയാൽ തെളിയാത്തത്? ആനന്ദനതിന്റെ അർത്ഥം പിടികിട്ടിയാൽ വീണ്ടും ആ പാത്രവുമായിട്ട് പുഴയോരത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പുഴ കലങ്ങി തന്നെ കിടപ്പുണ്ട്. ഇക്കുറി അയാളുടെ മനസ്സ് കലങ്ങിയില്ല. അയാൾ ആ പുഴയോരത്ത് മിഴിപൂട്ടി പ്രാർത്ഥനാ നിമഗ്നനായി നിന്നത്രേ. ധ്യാനത്തിന്റെ ഏതോ ഒരു ഇടവേളയിൽ മിഴി തുറന്നപ്പെടുക പുഴയിൽ നല്ല സ്ഫടികജലം. അത് കോരിയെടുത്തുകൊണ്ട് ബുദ്ധന്റെ പക്കലേക്കെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാന്റെ വചനം തരുന്ന ഒരു ശക്തി ഇതിന്റെ പുറകെ കിടപ്പുണ്ട്. ഇതൊരു കഥയാണ്. പക്ഷേ ഏത് പുഴയാണ് കലങ്ങിയാൽ തെളിയാത്തത്? ഞാനൊരിക്കൽ ഷാലോമിൽ ഒരു നൈറ്റ് വിജിലിനെ പ്രസംഗിച്ചപ്പോൾ ഈ ഒരു സന്ദേശം പങ്കുവെച്ചു. അത് പിന്നെ യൂട്യൂബിലൂടെയൊക്കെ കേട്ട ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു, അച്ഛാ, ഞാനന്ന് അച്ഛനായിരിക്കുമ്പോൾ, അച്ഛൻ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ കുടുംബത്തെ രക്ഷിച്ചത്. ഗൾഫിൽ ജോലിയായിരുന്ന മനുഷ്യനാണ്, ഞാനതിലേക്കൊന്നും പോകുന്നില്ല കാര്യമായിട്ട്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നപ്പോഴാണ് എങ്ങനെയോ യൂട്യൂബിൽ കയറിയെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടത്. നിയമാവർത്തനം 32:10 പറഞ്ഞിട്ട് ഈ കാര്യം ഞാൻ പറഞ്ഞതാണ്.
മരുഭൂമിയിൽ ശൂന്യത ഒലിയിടുന്ന മണലാരണ്യത്തിൽ അവിടെ തന്നെ കണ്ടെത്തി വാരിയെടുത്ത് ആശ്ലേഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അവരുടെ ജീവിതം അതുപോലെ മരുഭൂമി അനുഭവത്തിലായിരുന്നു. ആ ഗൾഫിലെ മരുഭൂമിയിൽ അവരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എല്ലാം തകർന്ന് എല്ലാം കട്ടപ്പുകയായി, ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ജീവിതം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ഈ സന്ദേശം കിട്ടിയിട്ട് ഇതുപോലൊരു ചോദ്യം കൂടി അത് അയാളോട് ദൈവം ചോദിക്കുന്നതായിട്ട് അയാൾ കണ്ടു. ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രസക്തം. ഏത് പുഴയാണ് കലങ്ങിയാൽ തെളിയാത്തത്? അയാൾ കാത്തിരുന്ന് പ്രാർത്ഥനാപൂർവം അയാളുടെ പുഴ കലങ്ങി തെളിഞ്ഞു. വലിയ ഒരു തിരിച്ചുവരവിന് ദൈവം അവസരം കൊടുത്തു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുടുംബസമേതം ജീവിച്ചിരിക്കുന്ന അച്ഛാ എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തിരിക്കണം. ഏത് പുഴയും കലങ്ങിയാൽ തെളിയും. നമ്മുടെ സഹനങ്ങളൊക്കെ കർത്താവ് മാറ്റി അനുഗ്രഹങ്ങളായിട്ട്, ഉത്ഥാനത്തിന്റെ അനുഭവമായിട്ട്, കൃപയായിട്ട്, വലിയ ആനന്ദമായിട്ട് മാറും. സഹനങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ മതി, സ്നേഹത്തോടെ സ്വീകരിച്ചാൽ മതി. പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. പരിഭവിക്കരുത്, പഴിചാരരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്, ആരെയും തള്ളിപ്പറയരുത്, ആർക്കുമെതിരെ കൊടി പിടിച്ചിറങ്ങരുത്. ഇവിടെ നമ്മൾ കർത്താവിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുമ്പോൾ കർത്താവ് അവിടെ ഇടപെടും. എന്റെ ജീവിതത്തെ അനുഗ്രഹിച്ച് വളർത്തിയെടുത്ത് ആവശ്യമുള്ള നേരത്തെല്ലാം കർത്താവ് തരും. നമ്മൾ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും അപ്പുറത്ത് ദൈവം തരും. അതുകൊണ്ട് ഏത് പുഴയാണ് കലങ്ങിയാൽ തെളിയാത്തത്? നിരാശപ്പെടാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമുക്കാവട്ടെ. പ്രത്യാശയിൽ രക്ഷ എന്ന ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ ആ ചാക്രിക ലേഖനമൊക്കെ ആ ചിന്ത നമുക്ക് പകർന്നു തരുന്നുണ്ട്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക, ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാപിപ്പിക്കുകയാണ്. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അൽഫോൻസാമ്മ ജീവിതത്തെ സുവിശേഷ വഴിയിൽ കണ്ടുമുട്ടിയതുപോലെ, സഹനത്തെ സ്നേഹമെന്ന് ജീവിതം കൊണ്ട് മൊഴിമാറ്റം നടത്തിയതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങളെ രക്ഷാകരമാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലെ സഹനങ്ങളെയും അവരുടെ ജീവിതത്തിലെ മുറിപ്പാടുകളെയും അനുഗ്രഹമായി എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ, കർത്താവിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാനും കൂടെ പറ്റണം. അവരുടെ സങ്കടങ്ങളും വേദനകളും കർത്താവ് എന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് എന്നോട് പറയുന്ന സത്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും മുറിവുകളും കാണുമ്പോൾ തിരുമുറിവുകളായിട്ട്, അവന്റെ തിരുമുറിവുകളായിട്ട് തിരിച്ചറിയാനുള്ള പ്രകാശവും കൂടി ഉണ്ടാവണം. കർത്താവിന്റെ മുറിവുകളായിട്ട് തിരിച്ചറിയാൻ പറ്റണം. തോമാസ് ലീഗ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തിരുമുറിവുകളെ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ അവരന്റെ മുറിവുകളെ കർത്താവിന്റെ തിരുമുറിവുകളായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി ത്യാഗപൂർവം ഇറങ്ങാൻ, ത്യാഗപൂർവം സമയം, അറിവ്, കഴിവ്, സമ്പത്ത് ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാനും കൂടെ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും. അതിനൊക്കെ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട്